Yes. Welcome to English class, 9th standard, maternity, page number 46. And going to end. കഥ തീരാൻ പോവാണ്. 2 ക്ലാസ്സിലത് തീരും. നോക്കൂ. ഇപ്പോഴെന്താണ് മിഖാലി എവിടെയാണുള്ളത്? മിഖാലി വാസ് എൻ ഓർഫൺ റെഫ്യൂജി. അനാഥനാണ്, അഭയാർത്ഥിയാണ്. ഹി വാസ് ഇൻ ദ ക്യാമ്പ്, റെഫ്യൂജി ക്യാമ്പിലാണ്. അർമീനിയൻസിന്റെ മാഴ്സിലസ് എന്ന സ്ഥലത്താണ്. And he was carrying his little brother, sucking brother. അമ്മിഞ്ഞെ മുന്നുന്ന കുഞ്ഞാണ്. But mother is lost, father is lost. അച്ഛനില്ല, അമ്മയില്ല. And he cannot throw him away. അവനാണെങ്കിൽ തന്റെ സഹോദരനെ ഉപേക്ഷിക്കാനും പറ്റില്ല. And he didn't get food for many days. പല ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. He couldn't sleep. അവൻ ഉറക്കില്ല. And he can't work, even bug. ആരുടെങ്കിലും പോയിട്ട് ഇരക്കാൻ പോലും പറ്റുന്നില്ല. And from where he will get milk to his younger brother. അവിടെ നിന്നാണ് തന്റെ കുഞ്ഞിന് പാല് കിട്ടുക. He was searching and searching. അവൻ അന്വേഷിക്കായിരുന്നു. And then he reached another camp of another group, Anatolians ഗ്രൂപ്പിലെത്തി, ക്യാമ്പിലെത്തി. അവിടെ there was a mother who has a little child. അവിടെ ഒരു അമ്മയുണ്ട്, അവർക്കൊരു കുഞ്ഞുണ്ട്. And she agreed to give milk. നോക്കട്ടെ, നിന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പാല് കൊടുക്കാന്ന്. He was very happy. And women gathered there. എല്ലാവരും അവിടെ തടിച്ചുകൂടി. And he took the child out. അവൻ ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തു. And all the women got afraid of. എല്ലാവരും ഭയന്നു പോയി. ആ കുഞ്ഞിന്റെ തല വളരെയേറെ പോഷകാഹാരമില്ലായ്മ കൊണ്ട് അത് വീർത്തു പോയിരുന്നു, ശരീരം മെലിഞ്ഞു പോയിരുന്നു. അവൻ മരിക്കാൻ പോവാണ്. അപ്പോഴും അവന്റെ കൈ തള്ളവിരൽ അവന്റെ വായിലുണ്ടായിരുന്നു, അതും വീർത്തിരുന്നു. ആൻഡ് ഹി വാസ് ക്രൈയിങ് ആൻഡ് ക്രൈയിങ്. അവൻ അവസാനത്തെ കരച്ചിൽ വലിച്ചു കരയാണ്. അവനിങ്ങനെ അവര് ഭയന്നുപോയി. ആൻഡ് ദേ ചേസ്ഡ് ഹിം അവേ. അവര് ആ അമ്മമാര്, ആ അമ്മ അല്ലെങ്കിൽ മറ്റു സ്ത്രീകള് അവനെ യാതൊരു ദാക്ഷിണ്യമില്ലത് ഓടിച്ചു. ഗവേന്ന് പറഞ്ഞു, പിക്കെന്ന് പറഞ്ഞു. അവൻ ആ കുഞ്ഞിനെ കൊണ്ട് ഓടി. ആൻഡ് നൗ ഹി സിറ്റിംഗ് അണ്ടർ എ ട്രീ നിയർ ദ ഷെഡ്. ഒരു ഷെഡിന് അരികിൽ, ഒരു മരത്തിന് താഴെ അവൻ കരയാണ് ഇരുന്നിട്ട്. പണിക്കാൻ എന്താണ് അവൻ ചെയ്യാൻ പറ്റുക? ആൻഡ് the little one is going to die. അവന്റെ ഏക സഹോദരൻ മരിക്കാൻ പോവാണ്. വിതൗട്ട് ഫുഡ്, വിതൗട്ട് വാട്ടർ, വിതൗട്ട് മിൽക്ക്, ഒന്നും കൊടുക്കാനില്ല. And suddenly he saw somebody standing in front of him. അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരോ ഒരാൾ തന്റെ മുന്നിൽ നിൽക്കുന്നു. ഏ ചൈനീസ് മാൻ, ഒരു ചൈനക്കാരൻ. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ലൈക്ക് എ മാൻ. കാഴ്ചയ്ക്ക് അംഗവൈകല്യമുണ്ട് എന്ന് തോന്നുന്ന തരത്തിലൊരു വ്യക്തി. ആൻഡ് ഹിസ് ഐസ്, ആ കണ്ണുകൾ തന്നെ അയാൾക്ക് സൈറ്റിന് വ്യത്യാസം ഉള്ള തരത്തിലുള്ള, ശരീരം വളഞ്ഞ, ഒരു തളർന്നുപോയ തരത്തിലുള്ള, കോങ്കണ്ണുള്ള വ്യക്തിയാണ്. അഗ്ലി ടു സീ, കാണാൻ ഒരു വാക്യ കൊള്ളില്ല. ആൻഡ് ഹി വാസ് ക്യാരിയിങ് സം ടോയ്സ്, പേപ്പർ മെയ്ഡ് ടോയ്സ്. കടലാസ് കൊണ്ടുണ്ടാക്കിയ കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട് കയ്യിൽ, അത് വിൽക്കുന്ന ആളാണ്. നോർമലി ചൈനീസ് പീപ്പിൾ ആർ ഫിയർഫുൾ ടു അതേഴ്സ്. സാധാരണഗതിയിൽ ചൈനക്കാര് മറ്റുള്ളവർക്ക് ഭയം ജനിപ്പിക്കുന്നവരാണ്. കാരണം ഇവര് ഈ മന്ത്രവാദത്തിന്റെയും ഈ ആഭിചാര കർമ്മങ്ങളുടെയും ഒക്കെ ആൾക്കാരാണെന്ന് പറയുക. അതുകൊണ്ട് പേടിയാണ് ഈ ചൈനക്കാരന്. ആ കഥകളാണ് മിഖാലി കേട്ടിരിക്കുന്ന ചൈനക്കാരെ കുറിച്ച്. ഡോണ്ട് ഗോ ടു, നമ്മൾ പറയില്ലേ ആ ചെറിയ കുട്ടികൾ, നോക്ക് ഇവര് പെറുക്കാൻ വരുന്നവരുണ്ടാവും, അണ്ണാച്ചികളുണ്ടാവും, അങ്ങോട്ട് പോകരുതെന്ന് പറയും. അപ്പൊ അണ്ണാച്ചികൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അയൽ സംസ്ഥാനത്തെ നമ്മുടെ സഹോദരന്മാരാണ് അവര്, സഹോദരിമാരാണ് അവര്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോയിട്ട് അവിടെയാണ് ജീവിക്കുന്നത്. അപ്പൊ അവരെങ്ങനെ അവരുടെ ശൈലി, അതാണ് അവരുടെ അതിൽ കുറെയൊക്കെ എല്ലാ തരത്തിലും മോശക്കാരാണ്. നമ്മളെ ആൾക്കാര്, എത്ര ആൾക്കാര് മഞ്ഞു നാട്ടിൽ പോയിട്ട്, വിദേശത്ത് പോയിട്ട്, അറബ് നാട്ടിൽ പോയിട്ട് അറബികളെ പറ്റിച്ച് ചതിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതിന്റെ സൂട്ടും കോട്ടും ഇട്ട് നടക്കുന്ന ആൾക്കാർ നമ്മുടെ ആൾക്കാര്.
എല്ലാ തരത്തിലും ചതിയന്മാരുണ്ട്, എല്ലാ തരത്തിലും പറ്റിക്കുന്നവര്. പക്ഷെ എല്ലാവരും ചതിയന്മാരല്ല, എല്ലാവരും പറ്റിക്കുന്നവരല്ല. സോ വി വോണ്ട് ടു സീ ദം, റിയലൈസ് ദം. അവരെ ഒന്നുകിൽ നമ്മളെ മാറ്റി നിർത്തുക, അവരെ ചീത്ത പറയേണ്ട കാര്യമില്ല, മോശക്കാരാക്കേണ്ട കാര്യമില്ല, ഇല്ലെങ്കിൽ അവരെ അറിയാൻ ശ്രമിക്കുക. അപ്പോഴിതാ ഈ ചൈനക്കാരൻ, അതാണ് നമ്മുടെ കഥാപാത്രം, പ്രധാന മറ്റൊരു കഥാപാത്രം. ഇയാൾ കാഴ്ചയ്ക്ക് കൊങ്കണ്ണുള്ള, കുറിയ ശരീരമുള്ള, വളഞ്ഞ ശരീരമുള്ള, കാഴ്ചയ്ക്ക് ഒട്ടും ഭംഗിയില്ലാത്ത ഒരു മനുഷ്യൻ ഇതാ അവന്റെ മുന്നിൽ നിൽക്കുന്നു. മികാലി saw that he was looking gently down at him. ആ ചെറിയ കുറിയ കുള്ളനായ കൊങ്ങണ്ണുള്ള ചൈനക്കാരൻ തന്നെ നോക്കി നിൽക്കുകയാണ്. മൂവിങ് ഹിസ് ലിപ്സ് ആസ് ടു സ്പീക്ക്, എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അയാള്. ഫൈനലി ദ ചൈനീസ് മെൻ സെഡ്, യു മസ്റ്റന്റ് ക്രൈ ബോയ്. എന്താണ് ചൈനക്കാരൻ പറഞ്ഞത്? ഇതുവരെ ഒരാളും അവനോട് പറയാത്ത കാര്യം. ഇതുവരെ എല്ലാവരും അവനെ കരയാൻ വിട്ടതാണ്. നീ കരഞ്ഞാലും വേണ്ടില്ല, നിലവിളിച്ചാലും വേണ്ടില്ല, കത്താലും വേണ്ടില്ല, എവിടെ പോയാലും വേണ്ടില്ല, ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള രീതി. എന്താ ഈ ചൈനക്കാരൻ കോങ്കണ്ണുള്ള, മഞ്ഞ നിറമുള്ള, ഇറുങ്ങിയ കണ്ണുകളുള്ള, കാഴ്ചയ്ക്ക് ഭംഗിയില്ലാത്ത ചൈനക്കാരൻ അവനോട് പറഞ്ഞത്? കഥ അവിടെയാണ്, മാനവികത. മോനെ നീ കരയണ്ട. അയാൾ പറഞ്ഞു, യു ഡോണ്ട് ക്രൈ, യു മസ്റ്റന്റ് ക്രൈ. നീ കരയേണ്ട കാര്യമില്ല, ഞാൻ തരാം, ഞാൻ നിന്നെ രക്ഷിക്കാന്ന് പറഞ്ഞത്. then ultimately come with me. പിന്നെ അയാൾക്കാണ് പേടി, ഭീരുവിനെ പോലെ, timidly, ഭീരുത്വത്തോടെ, as a timid, ഭീരുവിനെ പോലെ, അല്ലേ? അപ്പൊ എന്താണ് ടിമിഡിറ്റി? അതാണ് നൗണ്, ഭീരുത്വം. അപ്പൊ എന്താണ്? മറ്റൊരു വാക്കാണ് കവാഡായി, COWARDISC. അതും അർത്ഥം തന്നെയാണ്. കണ്ടോ, കവാഡൈസ് എന്നാണ് ഭീരുത്വം. ടിമിഡ് ഓർ കവാഡ്. ഓപ്പോസിറ്റ് എന്താണ്? ബ്രേവ്. കണ്ടോ, ധീരതയുള്ള, ധീരൻ. ടിമിഡ് ഭീരു, കവാഡ് ഭീരു, ബ്രേവ് ധീരൻ. ഇവിടെ ടിമിഡിലാണ്. അയാൾ എല്ലാവരും പരിഹസിക്കുക, മക്കാറാക്കി അടിക്കുകയൊക്കെ ചെയ്യുക. അതുകൊണ്ട് അയാൾ അല്പം ഭയത്തോടെ പറയും, വരും മോനെ, എന്റെ കൂടെ വരൂ, കം വിത്ത് മീ. മികാലിസ് ഓൺലി ആൻസർ വാസ് ടു ഷേക്ക് ഹിസ് ഹെഡ്. അവനൊന്നും പറയാൻ പറ്റിയില്ല, ഭയമുണ്ട്. ഇനി എന്തിനാണ് കൊണ്ടുവന്ന്, കൊല്ലാൻ കൊണ്ടുപോകും, എന്നെ കൂടെ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് അറിയില്ല. അവൻ തല ആട്ടി. അതാണ് അവൻ്റെ ഉത്തരം, ഇല്ല, വരുന്നില്ല എന്നുള്ള രീതിയിൽ. ആൻഡ് ഹെഡ് നെഗറ്റീവിലി, കണ്ട, നിഷേധമായിട്ടാണ്, നെഗറ്റീവിലി, നിഷേധിച്ചുകൊണ്ട്, അവൻ നിഷേധിച്ചുകൊണ്ട് തലയാട്ടി. നിഷേധിച്ചുകൊണ്ടാണ് തലയിട്ടത്, ഇല്ലാന്ന്. അപ്പൊ നെഗറ്റീവിലോ അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് പോസിറ്റീവിൽ അയക്കണം. നെഗറ്റീവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പോസിറ്റീവ്. നെഗറ്റീവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പോസിറ്റീവ്. അവൻ പോസിറ്റീവിലല്ല തലയാട്ടത്, നെഗറ്റീവിലാണ് തലയാട്ടത്. ഹി shook his head negatively and he longed to flee. കണ്ടോ, he longed, അവൻ കൊതിച്ചു, ആഗ്രഹിച്ചു. അതായത് wished to flee, ഓടി രക്ഷപ്പെടാൻ. ഓടി രക്ഷപ്പെടാൻ, കണ്ടോ, that is to escape. അവനവിടെ എങ്ങനെയെങ്കിലും തന്നെ അനിയനെ കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, പേടിച്ചാണ്. ഹി ലോങ് ടു ഫ്രീ. അല്ലാണ്ട് ലോങ് നീളന്നല്ല അവിടെ അർത്ഥം. ലോങ്ങിന് അർത്ഥം തന്നെ ആഗ്രഹിക്കുക. ഹി ലോങ് ടു ഫ്രീ. ഹി ഹാഡ് ഹേർഡ് സോ മെനി ഹൊറേഴ്സ് അബൌട്ട് ദ ക്രുവൽറ്റി ഓഫ് ദ ഓറിയന്റൽസ്. ഈ ഓറിയന്റൽസ് എന്ന് വെച്ചാൽ ചൈനീസ് ആണ്. ഓറിയന്റൽസ്, ചൈനീസ് പീപ്പിൾ. ഈ ചൈനക്കാരെ പറ്റി ഹൊറിബിൾ, ഭീകരമായ, ഭയാനകമായ, ക്രുവൽറ്റി, ക്രൂരത, ക്രൂവലായ, ഭയാനകമായ നിരവധി കഥകൾ കേട്ടിട്ടുണ്ടാവും. ഹൊറിബിൾ, കണ്ട,
HORRIBLE. Horrible. Fearful. Horrible means fearful. Means ഭയാനകമായ. Horrible stories. And cruel. ക്രൂര. കണ്ടോ, ക്രൂ എന്നുള്ള മലയാളം തന്നെ എടുത്താൽ മതി. കണ്ടോ, ക്രൂരമായ. മലയാളം ഇംഗ്ലീഷ് ഒരുമാതിരി. ക്രൂവൽ, ക്രൂരമായ. ഓപ്പോസിറ്റ് കൈൻഡ്, ദയയുള്ള, ദയാലുവായ. അപ്പം ഇനി നൗൺ എന്താന്ന് നോക്കുക. ക്രൂവൽ എന്ന വാക്കിന് നൗണ് ക്രൂവൽറ്റി, നൗണ്. ഓപ്പോസിറ്റ് കൈൻഡ്നസ്, ദയ. കണ്ട, അപ്പൊ എന്തൊക്കെ വാപ്പടിച്ചു? ഹൊറിബിൾ, ഭീകരമായ. ക്രൂവൽ, ക്രൂരമായ. ഓപ്പോസിറ്റ് കൈൻഡ്, ദയുള്ള. ക്രൂവൽറ്റി, ക്രൂരത. കൈൻഡ്നസ്, ദയാലു എന്ന അവസ്ഥ, ദയ. അപ്പോഴ് അവൻ പേടിച്ചു പോയി. ധാരാളം ഭീകര കഥകൾ അയാളെ പറ്റി ചൈനക്കാരെ പറ്റി കേട്ട്. ഓറിയന്റൽസ്, ORIENTALS, എസ്പെഷ്യലി ഏഷ്യക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്താ അർത്ഥമാണ്? ഹിയർ, ഇവിടെ ചൈനീസ്. ഇവിടെ ചൈനീസിനെ കുറിച്ച് ധാരാളം ഇത്തരം മന്ത്രത്തിന്റെയും തന്ത്രത്തിന്റെയും കുതന്ത്രത്തിന്റെയും കഥകൾ കേട്ടിട്ടുണ്ട്. Yes, yet the man remained there. എന്നിട്ടും ആ മനുഷ്യൻ അവിടെ തന്നെ നിന്നു. ഇല്ല എന്ന് പറഞ്ഞിട്ടും remained means stood, നിന്നു. അയാൾ അവിടെ തന്നെ നിന്നു, പോയില്ല അയാൾ. He remained there and it did not budge. He did not budge. Here it means ഇവിടെ അയാള് അവിടെ നിന്ന് അകന്നു പോയില്ല, അയാൾ അവിടെ തന്നെ നിന്നു. സോ ബീയിങ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ്. പക്ഷെ അയാൾക്ക് സങ്കടമുണ്ട്, താൻ പറയുന്നത് ഇവൻ കേൾക്കുന്നില്ലല്ലോ എന്നുള്ളത്. മിഖാലി ഫോളോഡ് ഹിം. അതുകൊണ്ട് മറ്റൊരു വഴിയുമില്ലാതെ മിഖാലി അയാളുടെ പിന്നാലെ പോയി. കണ്ടോ, ആക്ച്വലി ഹി കമ്പൽഡ് മിഖാലി ടു കം വിത്ത് ഹിം. മിഖാലി തന്റെ കൂടാൻ വരാൻ വേണ്ടി നിർബന്ധിച്ചതാണ്. ഭയന്ന് മറ്റു ഗത്യന്തരമില്ലാതെ മറ്റു വഴിയില്ലാതെ അവൻ പോയി. വാട്ട് മോർ ഓഫർ തിങ് കുഡ് ഹാപ്പൻ ടു ഹിം. കാരണം അവൻ ചിന്തിച്ചു, ഇതിൽ പരം ഇനി എനിക്ക് എന്ത് നാശാണ് വരാനുള്ളത്? എന്റെ അനിയൻ മരിക്കാൻ പോവാണ്, എനിക്ക് ജീവിതമില്ല, അച്ഛൻ പോയി, അമ്മ പോയി, ഞാനും മരിക്കാൻ പോവാണ്. ഐ ആം എൻ ഓർഫൻ. ഇനി എന്തും വരട്ടെ എന്ന് കരുതി അവൻ ആ ചൈനക്കാരുടെ പിന്നാലെ പോവാണ്. അതായത് ആകെ മുങ്ങിയാൽ കുളിരൊന്നൊക്കെ മലയാളത്തിൽ പറയുന്ന മാതിരി എല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഒരു സ്വാഭാവിക ധൈര്യം വരാനുണ്ട്. അവൻ ആ ധൈര്യം സംഭരിച്ചുകൊണ്ട് അയാളുടെ കൂടെ പോയി. As they walked along, he stumbled. നടക്കുമ്പോൾ അവൻ തെന്നി വീഴാൻ പോയി. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, തോളിൽ ഭാരമുണ്ട്. കാരണം വീക്കാണ് അവൻ, ക്ഷീണിതനാണ്. ആൻഡ് ഓൾമോസ്റ്റ് ഫെൽ. അവനിതാ ക്ഷീണം കൊണ്ട് നിലത്ത് വീഴാൻ പോവാണ്. വിത്ത് ചൈൽഡ്, കുഞ്ഞിനെയും കൊണ്ട് അവൻ നിലത്ത് വീഴാൻ പോയി. ദ ചൈന മാൻ കെയിം ടു ഹിം. അപ്പോഴത്തെ ആ ചൈനക്കാരൻ തിരിഞ്ഞു വന്നു. ആൻഡ് ടേക്കിംഗ് ദ ബേബി ഇൻ ഹിസ് ആംസ്. ഇതുവരെ ആരും ചെയ്യാത്ത കാര്യം ചൈനക്കാരൻ ചെയ്തു. അവന്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ അയാൾ ഏറ്റുവാങ്ങി. He handed the child to that man. എന്തൊരു ആശ്വാസമായിരിക്കും നോക്കൂ. തന്റെ കൂടെ തന്നെ സഹായിക്കാൻ ഒരാളുണ്ടെന്നുള്ള ബോധം. That is the way to live. അതാണ് ജീവിക്കാനുള്ള മാർഗം. അതാണ് ഹോപ്പ്, പ്രത്യാശ. അയാൾ ആ കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് വാങ്ങി. നീ നടന്നോളൂ, എന്റെ കൂടെ നടന്നോളൂ. The China man came to him and taking the baby in his arms. കണ്ടോ, ടെൻഡർലി പ്രസ്ഡ് ഇറ്റ് ടു ഹിം. എന്നിട്ട് അയാൾ ആ കുഞ്ഞിനെ ടെൻഡർലി പ്രസ്ഡ് ടു ഹിം. അപ്പൊ എന്തൊക്കെ വാക്ക് നമ്മളിവിടെ കണ്ടത്? ഇനി എന്താണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത്? മോർ ഓഫുൾ. ഓഫുൾ മീൻസ് ഹൊറിബിൾ.
ഇനിയും ഭീകരമായിട്ട് എന്താണ് തനിക്ക് സംഭവിക്കാനുള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് അവൻ തീരുമാനിച്ച ആളുടെ കൂടെ പോവുക. They walked along to, and he stumbled, S-T-U-M-B-L, stumbled, തടഞ്ഞു വീഴുക. തടഞ്ഞു വീഴുക. അവൻ തടഞ്ഞു വീഴാൻ പോയി. ബിക്കോസ് ഹി വാസ് വീക്ക്. അവൻ വീക്ക് ആഴ്ച, വീക്ക് ക്ഷീണിച്ച. വീക്ക് മീൻസ് ക്ഷീണമായ, ക്ഷീണമുള്ള. ഓപ്പോസിറ്റ് സ്ട്രോങ്, ശക്തിയുള്ള. കണ്ടോ? വീക്കിന് ഓപ്പോസിറ്റ് സ്ട്രോങ്. He was weak, so he began to stumble down. അവൻ തടഞ്ഞു വീഴാൻ പോയി. And almost fell. Almost means മിക്കവാറും. ALMOST. Almost മിക്കവാറും. മിക്കവാറും അവൻ വീണു എന്ന് തന്നെ പറയാം. അപ്പോഴാണ് ആ മനുഷ്യൻ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിച്ചു. അവൻ came to him and taking the baby in his arms tenderly. കണ്ടോളൂ, tenderly means with love. അയാൾ സ്നേഹത്തോടെ അവന്റെ ചുമലിൽ തട്ടി, മോനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് tenderly trust it to him. കണ്ട, ആ കുഞ്ഞിനെ തന്റെ സ്നേഹത്തോടെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. അതായത് രക്ഷപ്പെടുകയാണ് ആ കുഞ്ഞ് എന്ന് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ വിശ്വസിക്കാം. നോക്കാം, രക്ഷപ്പെടുക നോക്കാം. They crossed several empty lots. ഇയാളെ അവരെ ചതിക്കാൻ കൊണ്ടുപോവാണോ നോക്ക്. അവര് നടന്നു several empty lots. several ധാരാളം means enough. empty lots, ഒഴിഞ്ഞു കിടക്കുന്ന ഇടങ്ങളിലൂടെ അവർ കുറുകെ നടന്നുപോയി. നോക്കൂ. And the man took a little lane. അയാൾ പിന്നീട് ഒരു ലെയിനിലേക്ക്, കൊച്ചു കൂരകളുള്ള ഹട്ട്സ് ഉള്ള ഒരു ചെറിയ തെരുവിലേക്ക് നടന്നു. That led them to a sort of wooden cabin. അവരെത്തിച്ചേർന്നത് മരപ്പാളികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീട്ടിലാണ്. Surrounded by a very small garden. നോക്കൂ, ആ കുഞ്ഞു വീടിന്, മരപ്പാളികൾ കൊണ്ട് നിർമ്മിച്ച ആ കുഞ്ഞു വീടിന് ഒരു ചെറിയ തോട്ടം ഉണ്ടായിരുന്നു. മനോഹരമാണ് അവിടെ. He stopped before the door and clapped his hands twice. അയാൾ ആ കുഞ്ഞു ഭവനത്തിന് മുന്നിൽ നിന്നു. And clapped his hands. കുഞ്ഞിനെ പിടിച്ചോണ്ട് കെട്ടി നെഞ്ചത്തോട് ചേർത്ത് വെച്ചൊരു കൈയടിച്ചു. നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത്. All the mothers and sucking mother, അമ്മ എന്ന് പേര് കുത്തിയ പേരുള്ള എല്ലാ അമ്മമാരും ആ കൊച്ചു കുഞ്ഞിനെ കൈയൊഴിഞ്ഞു. അവനും ഒരു മകനെ പോലെ പരിചരിക്കപ്പെടേണ്ടവനാണ്. അവനെ ആരും തിരിഞ്ഞു നോക്കിയതുപോലെ send him away. നല്ലവനായ കുട്ടി എല്ലാവരും ആട്ടി ഓടിച്ചു. And he got despaired. അവനാകെ നിരാശനായി. And he actually couldn't think what to do. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. And he got tired and sat near a shed under a tree. അവര് തൊഴുത്തിനരികിൽ ഒരു മരത്തിൽ താഴെ ഇരുന്നു. And he began to sob, he began to cry. അവൻ അവിടെ ഇരുന്ന് തേങ്ങി കരഞ്ഞു, ഒച്ചത്ത് കരഞ്ഞു പോയി അവനോട്. And hearing that, a man came there. ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നു. And the man stood in front of him. അയാൾ അവന്റെ മുന്നിൽ വന്നു. And he looked at that man. അയാൾ മനുഷ്യനെ നോക്കി. It was a Chinese man, an Oriental man. ഒരു ചൈനക്കാരനാണ്. ചൈനക്കാർ ഭീകരന്മാരാണ്. Orientals are horrible people, cruel people. അങ്ങനെയാണ് ചിത്രം. അവർ ക്രൂരന്മാരാണ്, ഭീകരന്മാരാണ്. But this was a lean man, a short man, മെലിഞ്ഞ കുറിയ കോങ്കൺ, ചിങ്-eyed man. കോങ്കണ്ണുള്ള മനുഷ്യനാണ് ഇയാൾ. കാഴ്ചയ്ക്ക് ഒട്ടും ഭംഗിയില്ല, മുഖം ചരിഞ്ഞിങ്ങനെ വെച്ചിരിക്കുകയാണ്. And he was carrying some toys.
ദാറ്റ് പേപ്പർ ടോയ്സ്, കളിപ്പാട്ടങ്ങളുടെ കയ്യിൽ. ആൻഡ് ഹി വാസ് എ ടോയ് സെല്ലർ. അങ്ങനെ കളിപ്പാട്ടം വിട്ട് ജീവിക്കുന്ന ആളാണ്. ആൻഡ് ദാറ്റ് മാൻ told him, said him, asked him, boy, come with me. മോനെ എൻ്റെ കൂടെ പോന്നോളൂ. But he negatively shook his head. പേടിച്ചവൻ പറഞ്ഞു ഇല്ല, വരില്ല. Because he is afraid of that man. ഭയാണ് എല്ലാവരും പറഞ്ഞത്, ഭയമാണ്, ഭയക്കേണ്ടവനാണെന്നാണ്. But that man didn't go. ആ മനുഷ്യൻ പോയില്ല. Again he asked him, or called him, or told him, പറഞ്ഞു, വിളിച്ചു, ഒരുപക്ഷെ ആംഗ്യം കാണിച്ചു, come on my boy. Finally he stood up and he walked behind him. അവന്റെ പിന്നാലെ നടന്നു, അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു. And he began to stumble up. അവൻ തടഞ്ഞു വീഴാൻ പോയി. And he was weak. He hadn't taken food. He hadn't slept. ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. That kind man, that Chinese man, extended his hand, കൈ നീട്ടി, give me that child, your brother, എൻ്റെ കയ്യിലേക്ക് തന്നോളൂ. And he tenderly pressed that child to his chest. അയാൾ സ്നേഹത്തോടെ ആ കുഞ്ഞിനെ തൻ്റെ നെഞ്ചിലേക്ക് പിടിച്ചു. And then Mikali followed him. Mikali അയാളുടെ പിന്നാലെ പോയി. Crossing here, there, walking like this, like that, they reached a lane. അവരുടെ തെരുവിലെത്തി. Of small huts, കുഞ്ഞു കുടിലുകളുള്ള. And there was a small cabin made of wood. മരം കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീട്, ഒരു കുടില്. But before it there was a garden. അവിടെ സൗന്ദര്യത്തിന്റെ അംശമുണ്ട്. അവിടെ കളിപ്പാട്ടം തന്നെ സൗന്ദര്യത്തിന്റെ, കടലാസ് കൊണ്ടുണ്ടാക്കിയാണ്, ആലവട്ടമാരുടെ സാധനങ്ങളാണ്, അതും സൗന്ദര്യമാണ്. And this man was the model of beauty. പുറത്തേക്ക് ഭംഗിയില്ലാത്ത മനുഷ്യൻ, അകത്ത് ഭംഗിയുടെ ഉറവിടമാണ് മനുഷ്യൻ. അതാണ് പറഞ്ഞു നോക്കുക. And Mikali reached in front of that house. That man clapped his hands twice. 2 തവണ കൈയടിച്ചു. ഇനി നാളെ നമുക്ക് ആൾക്കാം ആരാണ് വാതിൽ തുറക്കുന്നത് വെച്ച് മാറും.